ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. 1 കോടി രൂപ വരെയാണ് നൽകുന്നത്. ഭാരതത്തിൻ്റെ മിസൈലുകൾ പതിച്ചു തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും പാകിസ്ഥാൻ സഹായം വാഗ്ദാനം ചെയ്യുന്നു. IMF ഫണ്ട് ഉൾപ്പെടെ ഇതിനായി വിനിയോഗിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ഈ ഭീകരർ കേന്ദ്രങ്ങളിലേക്കാണ് ഭാരതം ആദ്യം ആഞ്ഞടിച്ചത്. അവരുടെ 9 കേന്ദ്രങ്ങൾ തരിപ്പണമാക്കി 100ഓളം ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പുറത്തു വന്നു. അത് നമ്മുടെ സൈന്യവും ഭരണകൂടവും ഒക്കെ സ്ഥിരീകരിച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ ഭീകരർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് ഏകദേശം 1 കോടി വീതം നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം നൽകുന്നു. മറ്റൊന്ന്, തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ ധനസഹായം നൽകും എന്ന് പറയുന്നു. ഇതെന്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ? രാജ്യം എന്ന് ചേർത്ത് വിളിക്കണം. കൃഷ്ണരാജ്, പാകിസ്ഥാൻ ഭീകരവാദത്തിന് കൈത്താങ് നൽകുന്നു അല്ലെങ്കിൽ അതിനെ പരിശീലിപ്പിക്കുന്നു എന്നതിന് നിരവധി തെളിവുകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഭാരതം ഈ കാര്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തെളിവുകൾ നിരത്തി പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ IMF ഫണ്ട് ഉൾപ്പെടെ എങ്ങനെയാണ് പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായ മറ്റൊരു തെളിവ് കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് ഈ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട 100-ലധികം ഭീകരരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ ഇപ്പോൾ പാകിസ്ഥാനിലെ സർക്കാർ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെയാണ് ഈ ധനസഹായം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബത്തിന് നൽകുന്ന തുക എന്നത് 1 കോടി രൂപ വെച്ച് കൊടുക്കുകയാണ്. അതായത് 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ എല്ലാം കുടുംബത്തിനാണ് ഈ 100 കോടിയിലധികം രൂപ നൽകുന്നത്. ഇതിൽ കൊടും ഭീകരർക്ക് വരെ ഈ ധനസഹായം ലഭിക്കും. അതായത് ഹാഫിസ് സയ്യിദിനും ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസറിന് വരെ ഒരുപക്ഷെ പാകിസ്ഥാൻ ഈ ധനസഹായം നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിന്റെ 14 ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊടും ഭീകരന്റെ സഹോദരി അതോടൊപ്പം തന്നെ സഹോദരി, ഭർത്താവ് ഇവരെല്ലാം കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. അതിനാൽ ഈ ഭീകരരുടെ ഉറ്റ ബന്ധുക്കൾക്ക് ഈ കൃത്യമായി ഈ 100 കോടി 1 കോടി നൽകുന്നു എന്ന് പറയുമ്പോൾ കൊടും ഭീകരരുടെ വീടുകളിലേക്കാണ് ഈ തുക എത്തുന്നത് എന്ന കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ IMF ഫണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ ഫണ്ടിങ് നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ തകർന്നിട്ടുള്ള മറ്റ് കെട്ടിടങ്ങളും മറ്റും, അതായത് നിരവധി ഈ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ ആസ്ഥാനങ്ങളിലേക്ക് മിസൈലുകൾ പതിച്ചപ്പോൾ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം POJK 4 ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നു, ലോഞ്ചിങ് പാഡുകൾ ഉൾപ്പെടെ തകർന്നു. അപ്പോൾ അതിനെല്ലാം നാശനഷ്ടം നൽകുകയാണ്. ഇപ്പോൾ ഈ സാമ്പത്തിക സഹായം നൽകാനാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഭീകരവാദത്തിന് എത്രത്തോളം കുടപിടിക്കുന്ന സമീപനമാണ് രാജ്യം നടത്തുന്നത് എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. IMF ഫണ്ട് ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഭീകരരുടെ വീടുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ പാകിസ്ഥാനിലെ സർക്കാർ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ പ്രഖ്യാപനം അവിടുത്തെ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന ഇപ്പോഴത്തെ നേതാവുമായ ഷഹബാസ് ഷെരീഫ് തന്നെ നടത്തുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. നേരത്തെ ഈ ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാൻ ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽമാരും ബ്രിഗേഡിയർ ജനറൽമാരും ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും പാകിസ്ഥാന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഈ ഭീകരന്മാരെ സംസ്കരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 1 കോടി രൂപയുടെ ധനസഹായം സംബന്ധിച്ചുള്ള വലിയ പ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ഗൗതം, 3 കാര്യങ്ങൾ. ഒന്ന്, ഭീകരതയെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഭീകരരുടെ മരണാനന്തര ചടങ്ങിൽ അവരുടെ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ പങ്കെടുക്കുന്നു, ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു, മതനേതാക്കൾ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ കോടികൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഭീകരരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാം എന്ന് പറയുന്നു. ഈ IMFൽ നിന്ന് വായ്പ വാങ്ങിയതിന് പിന്നാലെ ഈ പ്രഖ്യാപനം വരുമ്പോൾ ആ ഫണ്ട് വകമാറ്റുന്നു എന്നു തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിലൂടെ ലോകരാഷ്ട്രങ്ങളെയാകെ ചതിക്കുകയല്ലേ പാകിസ്ഥാൻ?
ആണു കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് ഈ IMF ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതാണിത്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു ധനസഹായം പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിദാരുണമാണ്. അവിടെ തൊഴിലില്ലായ്മയും പട്ടിണിയും ഒക്കെ വളരെ രൂക്ഷമാണ്. അത് പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച കാര്യങ്ങളാണ്. ഒപ്പം പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ അവിടെ ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പോവർട്ടിയും ഇൻഫ്ലേഷനും ഒക്കെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷം അവിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് തന്നെ പാകിസ്ഥാൻ അത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയത് കൊണ്ടാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇസ്ലാമാബാദിലും കറാച്ചിയിലുമൊക്കെ വൈദ്യുതി ക്ഷാമം പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അങ്ങനെയുള്ള പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ ഭീകരർക്ക് 1 കോടി രൂപ ധനസഹായം നൽകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ്. ഈ IMF ഫണ്ട് പാകിസ്ഥാന് നൽകുന്നതിനെ ഭാരതം അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായി എതിർത്തതാണ്. ഒരു കാരണവശാലും ഈ ഫണ്ട് മറ്റ് വിവിധ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന പല രാജ്യങ്ങൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലും ഒപ്പം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുമൊക്കെ ഉണ്ട്. അത്തരം രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം നൽകേണ്ട ആ തുകയെടുത്ത് പാകിസ്ഥാനെ പോലെ ഭീകരതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു നാടിന് കൊടുത്താൽ അത് ലോകത്തിന് തന്നെ വലിയ ആപത്താകുമെന്നും ലോകത്തിന്റെ ധനസമ്പത്ത് എടുത്ത് ലോക സൃഷ്ടിക്ക് തന്നെ എതിരെ പിന്നീട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പാകിസ്ഥാൻ എന്ന് വളരെ കാലങ്ങളായി തന്നെ ഭാരതം അന്താരാഷ്ട്ര വേദികളിൽ പറയുന്നതാണ്. പക്ഷേ IMF ഫണ്ട് പാകിസ്ഥാൻ അടുത്ത കാലത്തും ലഭിച്ചിരുന്നു. അതിനാൽ സ്വാഭാവികമായി തന്നെ ആ ഫണ്ടുകളൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭീകരവാദികളുടെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ ആക്രമണങ്ങളിൽ തകർന്നിട്ടുള്ള ഈ പല നിർമ്മിതികൾ, കെട്ടിടങ്ങൾ, അതിനൊക്കെ വീണ്ടും അത് നിർമ്മിക്കുവാനും പുനർനിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള തുകയായി അതിനെ മാറ്റാനും ഒക്കെ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്ന ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഈ കാര്യം തുറന്നു പറഞ്ഞു എന്നതുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അതായത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം കൃത്യമായിട്ട് തന്നെ ഭീകരവാദികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം നമ്മൾ ആ സംസ്കാര ചടങ്ങുകളിൽ ഉൾപ്പെടെ കണ്ടതാണ്. യെസ്, ഈ നമ്മുടെ ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവി ഭീകര കേന്ദ്രങ്ങളിൽ ചെന്ന് കൊടും ഭീകരർക്ക് ഷെയ്ഖ് ഹാൻഡ് കൊടുത്ത് തോളിൽ കയറ്റി നിൽക്കുന്ന ആളാണെന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ അവരുടെ പ്രധാനമന്ത്രിയും ധനസഹായം പ്രഖ്യാപിച്ചതിലൂടെ നയമെന്തെന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഭീകരതയില്ലാതെ പാകിസ്ഥാൻ ഇല്ല എന്ന അവസ്ഥയിലേക്ക് അവർ പോകുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇത് മാറുന്നു, അല്ലേ? അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ സൈനിക മേധാവി എന്നത് ഒരു എല്ലാ അർത്ഥത്തിലും ഭീകരവാദത്തിന്റെ ഒരു പ്രതീകമായി നിൽക്കുന്ന വ്യക്തിയാണ് ജനറൽ അസീം മുനീർ. ഇയാളുടെ പ്രസംഗങ്ങളും അല്ലെങ്കിൽ ഇയാൾ മാതൃകയാക്കുന്നതുമൊക്കെ ആരെയാണ് എന്നതിനെപ്പറ്റി നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കും. ഇയാൾ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ അസീം മുനീർ തന്നെ ഇയാളുടെ മാതൃകാ വ്യക്തിത്വങ്ങളായി ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് അലി ജിന്ന. നമുക്കറിയാം ഈ മുഹമ്മദ് അലി ജിന്ന ആരാണ് എന്നുള്ളത്. ഭാരതം എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രസങ്കല്പത്തിന്റെ നടുവിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മഹത്തരമായ രാഷ്ട്രത്തെ വെട്ടി വിഭജിച്ച വ്യക്തിയാണ്. അന്ന് അതിന് നെഹ്റു ഉൾപ്പെടെയുള്ള നമ്മുടെ പല നേതാക്കന്മാരും കൂട്ടുനിന്നു എന്നത് ഒരു വസ്തുതയാണ്. എങ്കിൽ പോലും ആ തിയറി, 2 നേഷൻ തിയറി എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു രീതിയിലും ഒരുമിച്ച് പോകാത്തവരാണെന്ന് കൃത്യമായി തന്നെ വിഷം മനുഷ്യരുടെ ഉള്ളിൽ കുത്തിവെക്കുകയും അതിനുശേഷം മഹത്തരമായ ഈ രാഷ്ട്രത്തിന്റെ നടുവിൽ മത അടിസ്ഥാനത്തിൽ ഈ മണ്ണിനെ വിഭജിക്കണം എന്ന 2 നേഷൻ തിയറി മുന്നോട്ട് വെച്ച മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ലീഗിന്റെ നേതാവായ മുഹമ്മദ് അലി ജിന്നയാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ കരസേനയുടെ മേധാവി, പട്ടാള മേധാവിയായ ജനറൽ അസീം മുനീറിന്റെ ഇയാളുടെ മനസ്സിലെ ഏറ്റവും വലിയ മാതൃകാ വ്യക്തിത്വങ്ങളിലൊന്ന്. പിന്നീട് ഇയാൾ മാതൃകയാക്കുന്നത്, ഇതൊക്കെ അസീം മുനീർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ സ്വയം പറയുന്നതല്ല. അസീം മുനീർ തന്നെ തന്റെ മാതൃകാ വ്യക്തിത്വങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. മറ്റൊരാളെ പറ്റി പറയുന്നത് പാകിസ്ഥാന്റെ മുൻ ഭരണാധികാരിയായിരുന്ന സിയാഉൽ ഹക്കാണ്. സിയാഉൽ ഹക്ക് നമുക്കറിയാം പാകിസ്ഥാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൊടും ഭീകരനായ ഭരണാധികാരിയാണ്. പാകിസ്ഥാനെ ഒരു തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നതിലും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പോലെയുള്ള അതിതീവ്ര മുസ്ലിം സംഘടനാ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ഭരണ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ട് തുടങ്ങുന്നത് സിയാഉൽ ഹക്കിന്റെ കാലഘട്ടത്തിലാണ്. സിയാഉൽ ഹക്ക് സൈനിക മേധാവിയായി വന്ന് പിന്നീട് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് 70കളുടെ അവസാനം പാകിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്ത, പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത സൈനിക
മേധാവിയായിരുന്നു. അപ്പോൾ സിയാഉൽ ഹക്കിന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്നയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പട്ടാള മേധാവിയാണ് ഈ ജനറൽ അസീം മുനീർ. അതിനാൽ തന്നെ ഇയാൾ കൊടും ഭീകരനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാളുടെ പ്രസംഗങ്ങൾ തന്നെ, വിശേഷിച്ച് അടുത്ത കാലത്ത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ട് മുൻപ് ഈ അസീം മുനീർ നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. അന്ന് ഈ 2 നേഷൻ തിയറി കൃത്യമായി തന്നെ ഒരിക്കൽ കൂടി ഇയാൾ പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ ജീവിത രീതിയും എല്ലാം വ്യത്യസ്തമാണ് എന്ന ഒരു കൊടും വിഷം നിറഞ്ഞ പ്രസംഗം ഇയാൾ പാകിസ്ഥാനിൽ നടത്തി. മാത്രമല്ല, പിന്നീട് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട്, ജമ്മു കാശ്മീർ എന്നത് പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണ്, അത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ അസീമിന് വിദേശകാര്യ വിദഗ്ധൻ ജോസൂട്ടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസൂട്ടി, IMF-ൽ നിന്ന് 850 കോടി എന്നാണ് ഓർമ്മ. വായ്പ വാങ്ങിയത്, വായ്പ കൊടുക്കാമെന്ന് പറഞ്ഞതും കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോൾ സാമ്പത്തികമായി യാതൊരു അടിത്തറയുമില്ലാതെ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് 1 കോടി വീതം ധനസഹായം നൽകാം എന്ന് സമ്മതിക്കുന്നു. അത് പ്രഖ്യാപിക്കുന്നത് പാക് പ്രധാനമന്ത്രിയാണ്. തകർക്കപ്പെട്ട പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ പണം കൊടുക്കാം എന്ന് വാക്ക് നൽകുന്നു. അതായത് അതിൽ പാതിയോളം തുക ഭീകരതയ്ക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കും എന്ന് നമ്മൾ കരുതേണ്ടി വരുന്നു. ഈ പാകിസ്ഥാൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ലോകം മുഴുവൻ പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ എപ്പി സെന്റർ, പ്രഭവ കേന്ദ്രം, അല്ലെങ്കിൽ ഏറ്റവും കോറായിട്ടുള്ള സെന്ററായിട്ടാണ് പറയുന്നത്. അത് വെറും കേന്ദ്രം മാത്രമല്ല, അവിടെയാണ് ഭീകരരെ വളർത്തി ലോകമെമ്പാടും, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കും വളരെ അപകടകരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അത് ഏത് ഹീനപ്രവൃത്തിയിലൂടെയും പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിടുന്നു. അപ്പം അതൊരു വശത്ത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്തരം തീവ്രവാദികളാണ്, അവരുടെ സൈനിക സന്നാഹങ്ങളാണ് പാകിസ്ഥാന്റെ സെക്യൂരിറ്റിയുടെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈന്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് തീവ്രവാദ സംഘങ്ങൾ. അത്തരം സംഘങ്ങൾ ലോകമെമ്പാടും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാനും പറയുന്നത് ഞങ്ങൾ തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന്. യഥാർത്ഥത്തിൽ അവർ തീവ്രവാദത്തിന്റെ ഇരകളല്ല. അവർ തീവ്രവാദം പരിശീലിപ്പിച്ച് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷശക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർ കൊല്ലപ്പെടുമ്പോൾ അത് ലോകത്തിന് സമാധാനമായി അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ടാണ് കാണേണ്ടത്. മറിച്ച് അത്തരം തീവ്രവാദികൾ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വലിയ ഭീമമായ തുക IMF-ൽ നിന്ന് അവിടെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കും അനുവദിച്ച ഫണ്ട് എടുത്ത് ഈ തീവ്രവാദികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ കൊടുക്കുമ്പോൾ എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? ഇന്ത്യ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ധാർമ്മികവും നയതന്ത്രപരവും സാമ്പത്തികവുമായ സഹായം നൽകുന്നു എന്ന് പറഞ്ഞത് എത്രമാത്രം ശരിയാണ്? മാത്രവുമല്ല, ഈ ഉണ്ടായ അക്രമങ്ങളിൽ നിന്നൊന്നും അവരൊരു പാഠവും പഠിച്ചിട്ടില്ല എന്നാണ് അതർത്ഥം. അവിടെ തീവ്രവാദങ്ങളുടെ കേന്ദ്രങ്ങൾ പുതുക്കിപ്പണിയാൻ പോകുന്നു. ഭീമമായ തുക അവരുടെ കുടുംബാംഗങ്ങൾക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും ഒക്കെ ഔദ്യോഗികമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ നയമാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത്. അവർക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അതിനെല്ലാം വേണ്ടുന്ന ധനസഹായവും ഭൗതിക സഹായവും ധാർമ്മിക പിന്തുണയും നയതന്ത്ര പിന്തുണയും ഒക്കെ കൊടുക്കും എന്ന വലിയ സന്ദേശമാണ് ഇത് നൽകുന്നത്. അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന അപജയത്തിൽ നിന്ന് അവർക്ക് മറിച്ചൊരു തീരുമാനമെടുക്കുവാനുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല. കാരണം ആ രാജ്യം പൂർണ്ണമായും തീവ്രവാദത്തിന്റെ പിടിയിലാണ്. മറിച്ചൊരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? അല്ലെങ്കിൽ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ അവർക്ക് കഴിയുന്നില്ല. തീവ്രവാദ കേന്ദ്രങ്ങളാണല്ലോ നശിപ്പിച്ചത്, അല്ലെങ്കിൽ തീവ്രവാദികളാണല്ലോ കൊല്ലപ്പെട്ടത്. അപ്പം അതിനെ വീണ്ടും മഹത്വവൽക്കരിച്ച് അതെത്രയോ വലിയ കാര്യമാണെന്ന് മാറ്റി തീർക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഫലമാണിത്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന് ഒട്ടും നല്ലതല്ല. പാകിസ്ഥാന്റെ ആഭ്യന്തര സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് ഒട്ടും നല്ലതല്ല. ലോക സമാധാനത്തിന് നല്ലതല്ല. പ്രത്യേകിച്ച് ഈ മേഖലയിലെ സമാധാനത്തിന് നല്ലതല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് നല്ലതല്ല.
ഇനി വരുവാൻ പോകുന്ന ചർച്ചയ്ക്ക് നല്ലതല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി ഇത് മനുഷ്യത്വത്തിനൊട്ടും ചേർന്ന പ്രവൃത്തിയല്ല, ഇത് സംസ്കാര ശൂന്യമാണ്, ഇത് പ്രാകൃത നയമാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിന്റെ വരുംപരായകൾ അതുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം വലിയ നാശം. ശ്രീ ജോസൂട്ടി, അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധം തന്നെ നടന്ന് അതിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു നിൽക്കുന്ന സമയമാണെന്ന് ഓർക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയും ഇങ്ങോട്ടേക്ക് ഡ്രോണുകൾ അവർ അയച്ചു. അത് സൈന്യത്തിലെ ഭിന്നതയാകാം, ഭരണകൂടം പറഞ്ഞാൽ കേൾക്കാത്ത സൈന്യമാകാം, അതിന് കാരണം അത് എന്തോ ആയിക്കോട്ടെ. മറുവശത്ത് ഈ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ, അവരെ കൂടി പറ്റിക്കുകയല്ലേ പാകിസ്ഥാൻ? പറ്റിക്കുന്നുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങൾക്കും ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഇരട്ടത്താപ്പ് നയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രമെന്നാണ് പറയുന്നത്. പക്ഷെ അവർ പോരാടുന്നത്, അവർക്കൊരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടുവാൻ അവർ എല്ലാവിധ നയങ്ങളും എടുക്കും. നമ്മൾ അമേരിക്കയുടെ തീവ്രവാദ നയത്തെക്കുറിച്ചുള്ള നയങ്ങൾ പരിശോധിച്ചാൽ അവരൊരിക്കലും ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ നശിപ്പിച്ചിട്ടില്ല. അവർ പല ബില്ലാദിനെ വരെ അവർ വകവരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ സ്പെസിഫിക് ടെററിസ്റ്റ് ക്യാമ്പുകൾ ഇതുപോലെ പാകിസ്ഥാനിൽ കൂണുപോലെ ഉണ്ടല്ലോ, അതിലേതിനെങ്കിലും എതിരെ അമേരിക്ക നടപടിയെടുത്തതായിട്ട് നമുക്കറിയാമോ? ഇവർക്ക് ലോകത്തെ ഏറ്റവും നന്നായിട്ട് അറിയാം ഇന്ത്യയിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണെന്നുള്ളത് അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് എന്തുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനോട് ഇത് പറയാൻ കഴിയാത്തത്? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ലോക സമാധാനത്തിന് നല്ലതല്ല എന്ന്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പുണ്ട്. ചൈനയ്ക്ക് ഇരട്ടത്താപ്പുണ്ട്. അസർ മസൂദിനെ ഐക്യരാഷ്ട്രസഭയുടെ ഭീകര കരിമ്പട്ടികയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമം നടത്തിയപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ള രാജ്യം ചൈനയാണ്. അതേസമയം ചൈനയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പിന്നെ ഈ ആദ്യം സൂചിപ്പിച്ചതിലെ മറ്റൊരു കാര്യം, ഇവിടെ വെടിനിർത്തൽ ഇന്നലെ ഇപ്പം അവിടുത്തെ ചില ഡ്രോണുകൾ ഇങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നു പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തെ അഭിസംബോധന ശേഷമുള്ള സമയത്ത്. അപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഐക്യത്തിന്റെ സന്ദേശമോ അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടിക്കുമോ എന്നുള്ളതിനെയൊക്കെ ഞങ്ങൾ ലംഘിക്കും. ഞങ്ങൾ അങ്ങനെ ആ ഒരു പാതയിലല്ല സഞ്ചരിക്കുവാൻ ശ്രമിക്കുന്നത്. അവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് വെടിനിർത്തലിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയും ആ തരത്തിലേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ സൈന്യത്തിന് പോലും സൈന്യത്തിന്റെ വിവിധ ഘടകങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ല. നിയന്ത്രണം ഉണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു അക്രമം നമ്മുടെ അമൃത്സർ മേഖലയിൽ നടത്തുമായിരുന്നില്ലല്ലോ. 10ഓളം ഡ്രോണുകളാണ്, 1-2 അല്ലല്ലോ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ സൈനിക നടപടികളും കാര്യങ്ങളും ഒന്നും പൂർണ്ണമായും പാകിസ്ഥാന്റെ കീഴിലാണ് അല്ലെങ്കിൽ സൈന്യത്തിന്റെ മേൽനോട്ടത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ പ്രബലമായിട്ടുള്ളൊരു വിഭാഗം തീവ്രവാദികൾ തന്നെയാണ്. ആ തീവ്രവാദികൾക്ക് ഇത്തരത്തിലുള്ള നയതന്ത്രങ്ങളോ ഐക്യമോ ചർച്ചയോ മനുഷ്യത്വമോ ഒന്നും പ്രശ്നമല്ല. അവരെ ഗൈഡ് ചെയ്യുന്നത് വളരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ചില ആശയങ്ങളും അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സൈന്യത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചില ഘടകങ്ങൾ പാകിസ്ഥാന്റെ സൈന്യത്തിലുണ്ട്. അല്ലെങ്കിൽ മറിച്ച് ചിന്തിച്ചാൽ ആ ഘടകമാണ് പാകിസ്ഥാൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് അസീം മുനീറിനെ പോലുള്ള ജനറൽമാർ ഇസ്ലാമിക സൂത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരുടെ ഗ്രാജുവേറ്റ് സ്കൂളിന്റെ ഗ്രാജുവേഷൻ സെറമണിയിൽ, കേഡറ്റിന്റെ ഗ്രാജുവേഷൻ സെറമണിയിലും ഒക്കെ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും വേറെ രാജ്യത്തിലുമാണെങ്കിലും അത്ര നാരോ ആയിട്ടുള്ള ആശയങ്ങളുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ആ രാജ്യം തകരും. അതുകൊണ്ടാണ് അവർക്ക് സൈന്യത്തിന്റെ അപ്പം ഒരു സമാധാന സംഭാഷണത്തിലേക്ക് പോകുവാനായിട്ട് പാകിസ്ഥാൻ ഔദ്യോഗിക പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്താൽ അത് നിലവിൽ വരുമെന്നോ അത് വർക്കബിൾ ആണെന്നോ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നോ എന്ത് ഉറപ്പാണുള്ളത്? അപ്പൊ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു സാധ്യതകൾ കൂടി കണ്ടുകൊണ്ട് വേണം ചർച്ചയ്ക്ക് പോകുവാൻ. ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളായില്ല നടപ്പിൽ വരുത്താനുള്ള ശേഷി പാകിസ്ഥാന്റെ ഔദ്യോഗിക സംവിധാനത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് തീർത്തും നിർഭാഗ്യകരമായ അവസ്ഥയാണ്. മനുഷ്യ സംസ്കാരത്തിനും ഒക്കെ വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുന്ന അതൊരു പുരോഗമനമായിട്ടുള്ള ഒരു സമീപനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ. യെസ്, നന്ദി ശ്രീ ജോസൂട്ടി, ഒപ്പം ചേർന്നതിന് പ്രതികരിച്ചതിന്. ഗൗതം അനന്തനാരായണനിലേക്ക് ഒരിക്കൽ കൂടി. ഗൗതം, ഈ യുദ്ധസമാന സാഹചര്യത്തിന് തൊട്ട് മുൻപ് UN സുരക്ഷാ കൗൺസിൽ ചേർന്ന് പാകിസ്ഥാനെ നിർത്തിപ്പൊരിച്ച് നമ്മൾ കണ്ടു. അന്ന് ആണവശേഷി പരീക്ഷിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരതത്തെ പ്രകോപിപ്പിക്കുന്നത് എന്തിനാണ് എന്നവർ ചോദിച്ചു. തുടരെ മിസൈലുകൾ അയച്ച് പേടിപ്പിക്കും എന്ന് വെറുതെ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു.
ഇപ്പോൾ IMF ഫണ്ട് വകമാറ്റും എന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. UN സുരക്ഷാ കൗൺസിൽ വീണ്ടും ചേരാനിരിക്കുന്നു. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം എന്ന തരത്തിലേക്കോ കാര്യങ്ങളുടെ പോക്ക്? കൃഷ്ണരാജ്, ഭാരതം ആ നിലപാടാണ് എല്ലാ കാലഘട്ടങ്ങളിലും മുന്നോട്ട് വെക്കുന്നത്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം. ഒപ്പം പാകിസ്ഥാൻ ഇത്തരത്തിൽ ഈ സാമ്പത്തിക സഹായങ്ങളും മറ്റും അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്നതിനെയും നമ്മുടെ രാജ്യം ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. കാരണം അത് പാകിസ്ഥാനിലെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ എതിർക്കേണ്ട ഒരു രാഷ്ട്രീയ നയം, നയതന്ത്ര നയം അതിലില്ല. പക്ഷേ നമുക്കറിയാം, ഈ ഫണ്ടുകൾ ഭാരത വിരുദ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകളുടെയും മറ്റും പ്രവർത്തനങ്ങൾക്കായി പോകുന്നു. പ്രത്യേകിച്ച് ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഭാരതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ നാട്ടിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭീകര സംഘടനകളാണ്. കൂടാതെ ഹിസ്ബുൾ മുജാഹിദീനും അങ്ങനെയൊക്കെയുള്ള മറ്റ് വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മറ്റ് സംഘടനകളുമുണ്ട്. ഇവരുടെ പരിശീലനത്തിനും ഇവർക്ക് ഭീകരന്മാരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനും പിന്നെ ഭാരതത്തിനെതിരായി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ISI എന്ന പാകിസ്ഥാന്റെ ചാരസംഘടനയ്ക്ക് അവരുടെ ചാരപ്പണിക്കുമൊക്കെയായി ഈ തുക ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഭാരതത്തിന്റെ വർഷങ്ങളായിട്ടുള്ള വിമർശനം. ഈ വിമർശനം ഇപ്പോൾ അത് കൃത്യമാണ്. നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ പാകിസ്ഥാനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്ക് തന്നെ ലഭ്യമാകുന്നു. കൊടും ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽമാർ ഉൾപ്പെടെയുള്ള പട്ടാളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവർ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നു. ഇത് കൂടാതെയാണ് ഇപ്പോൾ പാക് ഭീകരന്മാർക്ക്, ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട 100-ലധികം വരുന്ന പാക് ഭീകരന്മാർക്ക് ഇപ്പോൾ 1 കോടി രൂപ വെച്ച് ധനസഹായം നൽകുവാൻ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സർക്കാർ, പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സർക്കാർ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഭീകരവാദത്തിന് കുടപിടിക്കുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. അതിനാൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം എന്നത് തന്നെ ഭാരതത്തിന്റെ ആവശ്യമാണ്. അതേ ആവശ്യത്തിൽ ഭാരതം വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി തന്നെ അന്താരാഷ്ട്ര വേദികളിൽ നിലയുറപ്പിക്കും, സമീപിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്നു പാകിസ്ഥാൻ. 1 കോടി രൂപ വരെ നൽകുമെന്ന് പറയുന്നു. അതുപോലെ ഭാരതത്തിൻ്റെ മിസൈലുകൾ പതിച്ചു തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും പാകിസ്ഥാൻ സഹായം വാഗ്ദാനം ചെയ്യുകയാണ്. IMF നിന്ന് വായ്പയെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ നീക്കം. അതായത് വകമാറ്റി ചെലവഴിക്കുന്നു. ഇത്രയേറെ സങ്കുചിത മനോഭാവമുള്ള ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് തെളിയാൻ മറ്റൊരു ഉദാഹരണം വേണോ? വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായൺ.